ദൈവത്തിനു മഹത്വം. ക്രിസ്തുവിൻ്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 45-ാമത്തെ ഭാഗത്തേക്ക് ഏവരെയും കർത്താവിൻ്റെ നാമത്തിലെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേർന്നോ എന്നായിരിക്കും ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുന്നത്. പൗലോസ് പറയുന്നത് ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഉണ്ടായിരിക്കും. യെരുശലേമിനെതിരെയുള്ള ഭീഷണി മാറിയിട്ടില്ല. ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോഴും ചുറ്റുമുള്ള അയൽ രാജ്യങ്ങൾ ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. എത്ര പരിശ്രമിച്ചാലും ദൈവത്തിന് വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തം മാറ്റാൻ ആരെക്കൊണ്ടും സാധ്യമല്ല. അവകാശ തർക്കങ്ങൾ അവശേഷിക്കുന്നു. അതുകൊണ്ടല്ലേ ഗാസയിൽ പ്രശ്നമുണ്ടാക്കിയത്, ലെബാനോൻ റോക്കറ്റ് വിട്ടത്. എന്തായി രണ്ട് ഭീകര ശക്തികളുടെ നേതാക്കളുടെ അവസ്ഥ? മാന്യമായി ജീവിക്കാമായിരുന്നു അവർക്ക്. എന്നാൽ ഈ ഭീകരവാദികൾ ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ പരിശ്രമിച്ചു. ഇസ്രായേലിനെ തൊടുന്നവനെല്ലാം പരുക്കു പറ്റുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കെയറോഫിൽ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചുപോയി. ഇസ്രായേൽ അങ്ങോട്ട് യുദ്ധത്തിന് പോയതല്ല, പോകത്തുമില്ല. അവരെ ഉപദ്രവിക്കാൻ വന്നാൽ തിരിച്ചടിക്കാതിരിക്കുമോ? അവിടെയുള്ള നിവാസികൾക്ക് സ്വസ്ഥത ഉണ്ടായിരിക്കുകയില്ല. ഇസ്രായേലിനും സ്വസ്ഥത ഉണ്ടായിരിക്കുകയില്ല. സകല ജാതികളും യുദ്ധത്തിന് വരുന്നത് അവരെ നശിപ്പിക്കാൻ വേണ്ടിയാണ്. എങ്ങനെങ്കിലും അവരെ നശിപ്പിക്കുക. ഈ ഇസ്രായേലിന് ചുറ്റുമുള്ള ഒരു രാജ്യം പോലും ഈ ഇസ്രായേലിന് അനുകൂലമായി ആരുമില്ല. സഹായത്തിന് ആരും തന്നെ ഇല്ല എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഒറ്റ രാജ്യമില്ല. എനിക്കിതിനകത്തൊരു ദൂത് കേൾക്കുന്നവരോട് പറയാനുള്ളത്, ആരും സഹായിച്ചില്ല, എല്ലാവരും കൈവിട്ടെന്ന് പറഞ്ഞാലും നീ ഒരു ഉത്തമ വിശ്വാസിയാണോ, നീ ഒരിക്കലും പരാജയപ്പെടുകയില്ല. നീ ഒരു നല്ല ദൈവത്തിൻ്റെ പൈതലാണോ, വചനപ്രകാരം ജീവിക്കുന്നവനാണോ, ലോകം മുഴുവൻ നിനക്കെതിരെ വന്നാലും നീ പരാജയപ്പെടുകയില്ല. ദൈവം മഹാദൈവമാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. യെരുശലേം ദൈവാലയം പണി തുടങ്ങിയെന്നുള്ള ആളുകൾ ചോദിക്കാറുണ്ട്. എന്നാൽ യെരുശലേം ദൈവാലയത്തിൻ്റെ പണി ഉടനെ തന്നെ നടക്കാൻ സാധ്യതകൾ ഉണ്ട്. ആ പണി പൂർത്തീകരിക്കുന്നതിന് മുമ്പേ ദൈവസഭയാകുന്ന ആലയം മണവാട്ടി ഇവിടെ നിന്നും പോയിരിക്കും. ഒരേ സമയം രണ്ട് ആലയം പാടില്ല. ഇന്ന് ദൈവസഭ ആത്മീയ ഒരു സൗധമെന്ന് പറയാം.
ആലയമെന്ന് പറയാം. എന്നാൽ യഹൂദൻ പണിയാൻ പോകുന്നത് ആത്മീയ സൗധമല്ല, അക്ഷരീയ ദൈവാലയമാണ് പണിയാൻ പോകുന്നത്. അതിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിന് മുമ്പേ ആത്മീയ ആലയമായിരിക്കുന്ന ദൈവസഭ ഇവിടെ നിന്ന് പോയിരിക്കും. എന്നാൽ ഈ യെരുശലേമിലെ ആലയം ഇരിക്കുന്ന സ്ഥലത്ത് ഇന്ന് വേറെ ഒരു വിഭാഗത്തിൻ്റെ സ്ഥലം അവിടെ, അതിനെ ഓമറിൻ്റെ പള്ളി എന്നാണ് പറയുന്നത്, ഡോം ഓഫ് ദ റോക്ക്. അത് യെരുശലേം ദൈവാലയം ഇരിക്കുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഇരിക്കുന്നത്. അത് ഇസ്രായേൽ ബുദ്ധിപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. ഇസ്രായേല് വേണ്ട പോലെ കൈകാര്യം ചെയ്യും. അബ്രഹാമിനോട് വാഗ്ദത്തം കൊടുത്ത അന്നു മുതൽ ആ വാഗ്ദത്തം ഒന്ന് നമ്മുടെ മോശയ്ക്ക് തൻ്റെ അവസാന ദിവസം തെളിയിച്ചു കൊടുത്തു. ആ വാഗ്ദത്തം യോശുവ ഇസ്രായേലിനെ നയിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ യോശുവയോടും ആ വാഗ്ദത്തം ഉറപ്പിച്ചു. ആ വാഗ്ദത്തം റോമാലേഖനത്തിലും പൗലോസ് ഉറപ്പിച്ചു പറയുന്നു. ഇനി നമുക്ക് ജാതികളുടെ പൂർണ്ണസംഖ്യ എന്താണ് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ജാതികളുടെ പൂർണ്ണസംഖ്യ അത് ശരിയാമണ്ണം വിശുദ്ധ ബൈബിൾ പറയുന്നത്, ജാതികളുടെ പൂർണ്ണസംഖ്യ എന്ന് പറയുന്നത് ദൈവസഭയുടെ അവസാനത്തെ വ്യക്തി അവൻ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ഈ ആലയത്തിൻ്റെ അവസാനത്തെ കല്ലും കൂടെ പൂർത്തീകരിക്കും. അതാണ് ജാതികളുടെ പൂർണ്ണസംഖ്യ എന്ന് പറഞ്ഞാൽ. ഒന്നുകൂടെ കേൾവിക്കാർക്ക് ഞാൻ ഒന്ന് മനസ്സിലാക്കാൻ താല്പര്യപ്പെടുന്നു. ദൈവസഭയുടെ അവസാനത്തെ വ്യക്തി അവൻ ദൈവസഭയിൽ വന്നു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ അവൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ സഭ ഇവിടുന്ന് പോകും. അതാണ് ജാതികളുടെ പൂർണ്ണസംഖ്യ എന്ന് പറയുന്നത്. ആയതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ക്ലാസ് എടുക്കുന്നതിൽ ഒരുപാട് ആളുകൾ പല വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. എന്നാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. യേശുവിനെ സ്വീകരിക്കുവാൻ നല്ല ഒരവസരം കൂടെയാണ്. എൻ്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കൊള്ളുന്നു. ഭാരതം ഒരു വലിയ ഉണർവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഭാരതത്തിൽ വലിയ ഉണർവുണ്ടാകാൻ പോകുന്നു. സഹോദരങ്ങളെ, ആ പ്രാർത്ഥനയുടെ ചങ്ങലയിൽ നിങ്ങളും അംഗമാകുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.